ജിത്തിയും സുലു ഒരുമിച്ചാ വന്ന്. സുലുത്ത യാമിക്കുട്ടിക്ക് നല്ല കിടിലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജാസ്മിക്കുട്ടിന്റെ നല്ല കലുത്തപ്പം ഉണ്ട് കേട്ടോ ചായക്ക്. ഞങ്ങള് കിലോ കണക്കിന് വിൽക്കാൻ വെച്ചിരിക്കുക. കുരുമുളക് ഇപ്പൊ ആ വിൽപ്പന നോക്കിട്ടുണ്ട്. പക്ഷെ ഉറപ്പുണ്ടാവില്ലേ? അല്ല ഈ ശനി ഞായർ എവിടെയും പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം തന്നെ ജാസ്മിൻ കുട്ടി വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഉമ്മച്ചി ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കാറുള്ള ABC ജ്യൂസാണ് കേട്ടോ. എല്ലാവർക്കും അറിയണ്ടാവും, ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഉള്ള ഹെൽത്തി ജ്യൂസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്ലാസ് എനിക്കും കിട്ടാറുണ്ട്. എനിക്ക് കുറച്ചധികം റീൽസ് എടുക്കാണ്ടായിരുന്നു, പിന്നെ വേറെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്രാവശ്യം മങ്കടക്കും പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ സൺഡേ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ, വർക്കൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന്. അപ്പോൾ എന്തായാലും ജാസ്മിൻ കുട്ടി ഫ്രൈഡേ ഈവനിങ് വന്നപ്പോൾ പിന്നെ സന്തോഷമായി. അങ്ങനെ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ആയപ്പോൾ സായിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സയാൻ പിന്നെ ഒറ്റയ്ക്ക് ബസ്സൊക്കെ കയറി വരാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഡ്രസ്സിൻ്റെ റീൽസ് എടുക്കാണ്ടായിരുന്നു. ഈ ഡ്രസ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ജാസ്മിൻ കുട്ടി വന്നാൽ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ കുശാലാണ് കേട്ടോ. ഫുള്ള് സ്നാക്കും കാര്യങ്ങളും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഒരുപാട് ഉപ്പേരികളും കറികളൊക്കെ ആയിട്ട് ചോറ് കഴിക്കണേ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്ക് വേണ്ടി കുറേ ഉപ്പേരികളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ ഫുള്ള് ഈ റീൽസിൻ്റെ ഷൂട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ നമ്മൾ എത്ര ലേറ്റ് അഡ്ജസ്റ്റ് ചെയ്താലും കറക്റ്റ് സാധനമൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഈ വീഡിയോൻ്റെ ഷൂട്ട് ബാക്കിയാണ് പെൻഡിങ്. അങ്ങനെ ഇതാ സൺഡേ ആയി. സൺഡേ ആണ് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ എല്ലാവരും അപ്രതീക്ഷിതമായിട്ട് വന്ന ദിവസം കേട്ടോ. എനിക്ക് ഇന്ന് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള 2-3 പ്രൊഡക്ട്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്, ഈ ഷെയ്ഡ് എപ്പോൾ ഇട്ടാലും ഉണ്ട് ചോദിക്കാറുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്നുള്ളത്. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ആ ഒരു ലിപ്സ്റ്റിക് കേട്ടോ. ഒട്ടുമിക്ക ആളുകളും വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്, ഒരു ഓറഞ്ച് ന്യൂഡ് പോലെ. പിന്നെ ടെക്സ്ചർ ആണെങ്കിലും ഭയങ്കര ക്രീമിയാണ്. നമ്മൾ ചുണ്ടിലിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അതായത് നമ്മളെ കൈ തട്ടിയാലോ നമ്മുടെ ഡ്രസ്സിലാണെങ്കിലോ എന്തിലും പെട്ടെന്ന് ഇത് പോവും ചുണ്ടുമെന്ന്. എവിടെയെങ്കിലും തട്ടി അവിടെയൊക്കെ ലിപ്സ്റ്റിക് ആവും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമുള്ളത്. അതുകൊണ്ട് എപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ അധികം പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ഇത്ര ലാസ്റ്റ് ചെയ്യുള്ളൂ, പക്ഷേ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇനി ഈ ഒരു ഐബ്രോ പെൻസിൽ കേട്ടോ, വിത്ത് സ്പൂളിയാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബ്രഷ് ഉണ്ട്. അപ്പം ഇതും നല്ലൊരു പ്രോഡക്റ്റ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് ഐബ്രോസ് എന്തുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ഇതാ ഇതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഇതുപോലെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ അപ്പുറത്തെ ഈ സ്പൂളി, അതായത് ഈ ബ്രഷിൻ്റെ ഭാഗം കൊണ്ട് നമുക്കിത് ബ്രഷ് ചെയ്തിട്ട് നല്ല ഈവൺ ആക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഈ പ്രോഡക്റ്റ് കൂടി ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും. പിന്നെ നല്ലൊരു ബ്ലഷ് വേണ്ടവർക്ക്, അതായത് അധികം ബ്ലഷ് ഇട്ടെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ ഈ പൗഡർ ബ്ലഷ് ഇടുമ്പോൾ കുറച്ചുകൂടി എടുത്ത് കാണിക്കും. എനിക്കെപ്പോഴും ബ്ലഷ് നല്ല എടുത്ത് കാണിക്കണം. ഞാൻ കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ എനിക്ക് ബ്ലഷൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കണം. അപ്പോൾ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുക. പക്ഷേ ഇത് നോക്കി, ഇത് അധികം ബ്ലഷ് അധികം ഇങ്ങനെ ഭയങ്കര ലേറ്റായിട്ട് ഇങ്ങനെ നല്ല നാച്ചുറൽ ലുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലഷ് ഭയങ്കര അടിപൊളിയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് ഒരാൾക്ക് ഇത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സ്പയറി കഴിയണ വരെ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ലൈറ്റായിട്ട് മേക്കപ്പ് മതി, നാച്ചുറൽ ലുക്ക് വേണമെന്നുള്ളവർക്കൊക്കെ ഈ ഒരു ബ്ലഷ് അടിപൊളി. അതും ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്ന് ഞാൻ അധികം ഫൗണ്ടേഷനും കൺസീലറും ഇട്ടുള്ള മേക്കപ്പ് ചെയ്തിട്ടില്ല. സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പുറത്താണ് ഞാൻ ബ്ലഷ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിനുങ്ങാൻ വേണ്ടി ഇത്തിരി സെറ്റിംഗ് പൗഡർ, ലൂസ് പൗഡർ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് അധികം വിയർക്കില്ല, കുറച്ച് നേരം കൂടി മുഖം ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഈ ഫൗണ്ടേഷൻ ഒന്നും ഇടാതൊക്കെ തന്നെ ഇതിട്ടാൽ തന്നെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതായത് ഇന്ന് ഞാൻ ഈ ഫിറ്റ്മിയുടെ ഒരു ലൂസ് പൗഡറാണ്, മീൻസ് സെറ്റിംഗ് പൗഡർ, ഇതുകൂടി ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് ഡ്രസ്സ് കാണിച്ചു തരാം. ഈ ഡ്രസ്സ് കാണിച്ചു കൊടുക്കും. ഈ ഡ്രസ്സ് നമ്മൾ സംഗീത് നൈറ്റിൻ്റെ റെഡ് ഡ്രസ്സാണ്. അപ്പോഴത്തേനും പോകാനുള്ള വണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരിദാർ ഞാൻ കുഞ്ചൂസിൻ്റെ സംഗീതമായിരുന്നു തലേ ദിവസം ഇട്ട ആ ഒരു റെഡ് ചുരിദാറായിരുന്നു. എനിക്ക് കലിസ്റ്റ ഡിസൈൻ ചെയ്ത് തന്നതാണ്. കലിസ്റ്റയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇനിയിപ്പോൾ കല്യാണം എവിടെയെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഞാൻ കല്യാണത്തിന് വന്നതല്ല കേട്ടോ. ഞാനത് സിൻഡിക്കേറ്റിൻ്റെ ഓഡിറ്റോറിയം ആണ്, നമ്മുടെ പുലാമന്തോൾ ചമ്മലശ്ശേരിയിലുള്ള. ഞാൻ അതിൻ്റെ ഒരു റീൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. ചമ്മലശ്ശേരി നല്ലൊരു ആംബിയൻസിലാണ് കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയം ഉള്ളത്. അത്യാവശ്യം നല്ല കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉള്ള, നേരത്തെ പറഞ്ഞ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ആംബിയൻസും ഒക്കെ ഉള്ള നല്ലൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ ഇത്, സിൻഡിക്കേറ്റ് ഓഡിറ്റോറിയം. അപ്പോൾ കല്യാണത്തിൻ്റെ അവിടെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരെ കാണാനൊക്കെ പറ്റി.
കിടിലൻ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ജാസ്മിൻ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാതെ വന്നത്. വേണോ? അതിപ്പോ നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഗോതമ്പ് പായസം. സാറ്റർഡേ ആയിട്ട് ഇവിടെ ചോറും കൂടി കഴിക്കാത്ത കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പായസം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞാലൊക്കെ തന്നെ എന്തെങ്കിലും ചോറ് വയ്ക്കാൻ പോത്തെ വിശപ്പൊന്നുമില്ല. കളി തുടങ്ങിയാ പിന്നെ ഇവനക്ക് വിരുന്ന് പോകാൻ കൂടി സമ്മതിക്കൂല. ഇന്ന് കളിക്കണം എന്നും പറഞ്ഞിട്ട്. അതാണ് അവന്റെ സ്വഭാവം. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കിടക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേട്ട് വന്ന് നോക്കിയപ്പോൾ ഷൈത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷൈത്ത യാമിക്കുട്ടിയൊക്കെ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജാസ്മി കുട്ടി അപ്പോൾ വെറുതെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെറുതെ വിളിച്ചിട്ട് നീ ഒന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ബിരിയാണിയും പായസമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചുളിവിളി യാമിക്കുട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളെ എനിക്കൊരു സർപ്രൈസ് ആക്കിയതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് ഷൈത്തി അവരൊക്കെ വന്ന്. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സുലത്തിൻ്റെ നജിത്ത് അവരും ഒരുമിച്ച് വന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ എല്ലാവരും വേണ്ടു. ഇന്നിപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പൊ യാമിക്കുട്ടി സർപ്രൈസ് ആയിട്ട് യാമിക്കുട്ടി യാമിക്കുട്ടി ഫ്ലേവർ കാണിച്ചു കൊടുത്ത ഫ്ലേവർ. പക്ഷെ മറ്റേ പൂച്ചവാല് കണ്ടപ്പോൾ ആള് പേടിച്ചിട്ടാ. അയ്യോ വേണ്ട, കുട്ടിക്ക് പേടിയായി. വാ അങ്ങനെ നടക്കാൻ പോണെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വാ ഞങ്ങൾ ഇസു അപ്പൊ നല്ല കളി. ഞങ്ങൾ ഇസുവിനെ എടുക്കാം. വേണ്ട എടുക്കണ്ട, ഓള് നടക്കും. ഓ ഫ്രണ്ട്ഷിപ്പാ ഏറ്റു പൊന്തിച്ച് പോകുന്നുണ്ട്. വീഴണ്ടോ രണ്ടും കൂടി. ടേബിൾ ഭംഗിയാക്കാനാണ് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ. ബിരിയാണിക്ക് പുറമെ ഡ്രാഗൺ ഫ്രൂട്ടും ബിരിയാണി ഉണ്ട്. വിളിച്ചിരിക്കുന്നത് ഇത് രാത്രിക്കത്തിന് വെക്കണ്ടാപ്പാൻ വെക്കുന്നല്ലേ. പ്രതീക്ഷിക്കാത്ത ബിരിയാണി അല്ലേ ജാസ്മിൻ കുട്ടിന്റെ കല്യാണ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടോ. ബീഫൊക്കെ കണ്ടത് നല്ല ശരിക്ക് വന്നു. സർപ്രൈസ് ആയിട്ട് അങ്ങനെ എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ. നജീത്തിൻ സുലു ഒരുമിച്ചാ വന്ന്. സുലത്ത യാമിക്കുട്ടിക്ക് നല്ല കിടിലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. സർപ്രൈസ് ആയിട്ട് വാപ്പറക്കത്ത് ചോദിച്ചപ്പോ എന്ത് കസി സ്മെല്ല് അറിയാമോ? എല്ലാരും എത്തിയിട്ടുണ്ട്. ആര് തന്നെ വാപ്പയോ? ഓ വാപ്പാന്റെ കൂടെ അത് നിർത്തി കൊടുക്കേ കുട്ടിനെ. ഓള് ഓടിക്കോ. എന്നാ ഓളെ വീട്ടിൽ പോയിട്ട് ആക്കിക്കോളൂ. ഹായ് വാപ്പാന്റെ ഓടിപ്പോയി. വാപ്പ കുട്ടിയായിരുന്നു. സൂപ്പർ. ഞാൻ നോക്കുന്നത് അതെ. പെങ്ങളെ കെട്ടിയ സ്ത്രീധന തുകതൊരു മോളിയാ. പാപ്പാക്ക് വീട് കാണിച്ചു കൊടുക്ക. അതിന് പേടിയൊക്കെ അത് അറിയണ്ടാവില്ല. നീ എവിടേക്ക് കഴിഞ്ഞോ?
കഴിഞ്ഞ് മേമാക്ക് പ്രായമായിട്ടാ. അതെ അതെ, ഉടുപ്പൊക്കെ ഇട്ടുണ്ടല്ലോ, പ്രായമാണ്. ജാട എത്ര വിളിക്കുന്നത്? ഷാസ്.com ജാട വിളിക്ക്. നുന്നുനെ അമ്മൂനെ വിളിച്ചോ? അമ്മൂനെ നുന്നുനെ വിളിച്ചോ? അത് അമ്മ, അത് നുന്നു. ഡാഡി എല്ലാവരും കുരുമുളക് നോട്ടം വിട്ടു. ഞങ്ങള് കിലോ കണക്കിന് വിൽക്കാൻ വെച്ചിരിക്കുക. ഇഷ്ടംപോലെ ഉണ്ട്. കുരുമുളക് ഇപ്പൊ ആ വിൽപ്പന നോക്കിട്ടുണ്ട്. വേനൽക്കാലത്ത് ഇങ്ങോട്ട് പോരേ, വേനൽക്കാലത്ത് ഇങ്ങോട്ട് പോരേന്ന്. ഏതപ്പോ പപ്പന കിട്ടിയോ? ഏത് ഓൾക്ക് നല്ല എനർജി ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഇച്ചിരി പ്രായം ചെന്നിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്റെ ബേബി എവിടെ? ഇസ്താൻ ബേബി എവിടെ? ബേബിനെ കണ്ടോ? ഇതാണ് ഇസ്താൻ ബേബി. ബേബിയുടെ ഓ, അപ്പൊ ഓളെന്ന് എടുക്കണമെന്ന്. എന്നെ എടുക്കും ബേബിനെ എടുത്ത പോലെ. ടാറ്റ കാണിക്കോ ഇസ്താൻ. ഇസ്തു ജാസ്മിക്കുട്ടിന്റെ നല്ല കലുത്തപ്പം ഉണ്ട് കേട്ടോ ചായക്ക്. കൊറേ കാലായില്ലേ റസ്കും ചായയും കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ എത്താൻ ദുബായി കണ്ട് പോയപ്പോ ചെറുക്കനാണ് മിനിങ്ങിന്ന്. എന്ന പോലെ അയർലൻഡിൽ പോയപ്പോ മിനിങ്ങി. ഓള് കൊണിച്ചു തുടങ്ങി. ഇവിടെ കൊടുത്ത പയ്യനെ കൊടുത്താ നോക്കട്ടെ. അതിന് ഇഷ്ടമുള്ള കാർട്ടൂൺ വെച്ചു കൊടുക്കി. ഇന്നെ കൂട്ടിക്കൊണ്ട് ടീം കുറിച്ച് കൊണ്ടല്ലോ. ഏതാ പാർക്കും ഈ മറ്റേ നുന്നുനെ രാവിലെ പറ്റിക്കാൻ വേണ്ടി കിടന്നതാ. മുത്തമ്മാന്റെ തോളിൽ ആ കുരു അതാ അവർക്ക് കളഞ്ഞു. പകർത്തിക്കൊണ്ടുണ്ട് ചോറ്. ചിക്കൻ കറിയാ. രാത്രി ജാസ്മി കുട്ടിയുടെ വറുത്തരച്ച ചിക്കൻ കറിയും പൊറോട്ട കഴിഞ്ഞതും രണ്ട് പൊറോട്ട വിരോധികൾ ബ്രെഡ്. എനിക്ക് ബീഫിന്റെ കഷ്ണം. ചോറുണ്ട് മറ്റേ സങ്കടപ്പെട്ട് ചോറ് കഴിക്കണം. അതിന് കുറച്ചുണ്ടാക്കില്ല. അത് വേണ്ടത്. ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടൊന്നൊക്കെ. അങ്ങനൊന്നും പക്ഷെ ഉറപ്പുണ്ടാവില്ലേ? അല്ല നല്ല കട്ടിമുറിച്ചുണ്ടാവില്ലേ? ഒരു മുറി എനിക്ക്, ഒരു മുറി എനിക്ക്. ഇതെന്തിരി പോണില്ല? ബായ് ആമിക്കുട്ടി. എപ്പോഴൊന്നും കരഞ്ഞ രസമല്ലല്ലോ, ഇടയ്ക്ക്